ഒരു സ്ത്രീ ലിവർ ഫെയിലിയറായിട്ട് എന്നെ കാണാൻ വന്നു. അവർ മറ്റ് രണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ആശുപത്രിയിലും കൊച്ചിയിലെ മറ്റൊരു ആശുപത്രിയിലും പോയിട്ടാണ് വന്നത്. ഈ കരൾ ഫെയിലിയറിൻ്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ബിൽറൂബിൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് കൂടിയെന്നറിയില്ല. അവർ മദ്യപാനം ഉള്ള വ്യക്തിയല്ല. മറ്റ് കരൾ രോഗ സാധ്യതകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ കാണാൻ വരുന്നതിന് മുന്നേ വളരെ വലിയ 2 ആശുപത്രികളിൽ പോയി ചെക്കപ്പുകളെല്ലാം നടത്തിയിരുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തതയില്ല. വൈറസുകളുണ്ടോ നോക്കി അതില്ല, ജനിതകമായിട്ടുള്ള രോഗങ്ങളുണ്ടോ നോക്കി അതില്ല. അവസാനം ആ രോഗത്തിൻ്റെ ഒരു സീക്വൻസ് ഒന്ന് നോക്കി, എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെയാണ് തുടങ്ങിയതെന്നൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഈ കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നൊരു ആളാണ് ലേഡി. അവർക്ക് ഈ പ്രകൃതിജന്യമായിട്ടുള്ള സാധനങ്ങൾ നല്ലതാണ് എന്നുള്ളൊരു തോന്നൽ വന്നത് കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാം പച്ചില അല്ലെങ്കിൽ ഹെർബൽ രീതികളിലേക്കാണ് മാറി. അതെ, ഒന്ന് അവരുപയോഗിച്ച ഒരു ഫേസ് ക്രീം, അത് വെച്ച് തുടങ്ങുന്ന ഒരു ഫേസ് ക്രീമാണ്. ഞാൻ മുഴുവൻ പറയുന്നില്ല, ഒരുപക്ഷെ അത് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ബ്രാൻഡ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു പ്രകൃതിജന്യമായിട്ടുള്ള ഹെർബൽ ഒരു ഫേസ് ക്രീം അവർ ഉപയോഗിക്കാൻ തുടങ്ങി. 2, ടൂത്ത് പേസ്റ്റ് അവർ മാറ്റിയിട്ട് ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ്, അതിൻ്റെയും ബ്രാൻഡ് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് കുറച്ചൊരു വർഷങ്ങളോളം ഇങ്ങനെ ഉപയോഗിച്ച് വന്നപ്പോഴാണ് ഈ കരൾ ഫെയിലിയർ ഉണ്ടായത് എന്നെനിക്കൊരു സംശയം തോന്നി. മീൻസ് ഇതാണ് ഞാൻ അവരോട് ചോദിച്ചത്, എന്താണ് ലൈഫിൽ ചേഞ്ച് സംഭവിച്ചത്? മദ്യപാനം തുടങ്ങിയോ? ഇല്ല. ആഹാരം റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കൂടുതൽ കഴിക്കാൻ തുടങ്ങിയോ? ഇല്ല. നിങ്ങളുടെ വെള്ളം മാറിയോ? കുടിക്കുന്ന വെള്ളം പുതിയ വീട്ടിലേക്ക് മാറിയോ? ഇല്ല. ഇതാണ് ആകെ ഉണ്ടായിരുന്ന മാറ്റം. അപ്പോൾ ഇത്തരം ഈ കോസ്മെറ്റിക്സിലും ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഹെവി മെറ്റൽസ് ഉണ്ടാകാം. അത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നിക്കൽ, കാഡ്മിയം തുടങ്ങിയ ഹെവി മെറ്റലുകൾ ഉണ്ടാകാമെന്നുണ്ട്. അപ്പോൾ ഈ ഹെവി മെറ്റലുകളുടെ തോത് രക്തത്തിൽ എത്രയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹെവി മെറ്റലുകൾ വളരെ കൂടുതലായിരുന്നു അവർക്ക്. നിക്കലും ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്ന രീതിയിൽ വിപണനം ചെയ്യുന്ന സാധനത്തിൽ വാസ്തവത്തിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹെവി മെറ്റലുകൾ കാരണം കരൾ പ്രവർത്തന തകരാറായ ഒരു സ്ത്രീയെ എനിക്ക് കഴിഞ്ഞ വർഷം ചികിത്സിക്കേണ്ടതായിട്ട് വന്നു. വളരെ ചുരുങ്ങിയ കാലയളവ്, നോട്ട് മോർ ദാൻ എ ഇയർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും അധികം നമ്മൾ സംസാരിച്ചത് ഹെർബൽ ചികിത്സകളെ കുറിച്ചായിരുന്നു. ഇത്തരം അപകടങ്ങളും ഉണ്ട്. എൻ്റെ കരിയറിലെ ആദ്യത്തെ കോസ്മെറ്റിക് ക്രീം, മുഖ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രീമിൽ നിന്ന്, ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റിൽ നിന്ന് രക്തത്തിലെ ഹെവി മെറ്റലുകളുടെ അളവ് കൂടി അത് കരൾ ഫെയിലിയർ ഉണ്ടാക്കി എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായി.